നമസ്കാരം. അതിബുദ്ധിമാന്മാരുടെ ആസൂത്രിത കൊലപാതകത്തിന് പിന്നിലും ഒരു തെളിവെങ്കിലും ദൈവത്തിന്റെ കൈവെപ്പിലൂടെ സത്യത്തിന് തെളിവായി അവശേഷിക്കും. അത്തരത്തിൽ നവീൻ ബാബുവിന്റെ മരണത്തിൽ അവശേഷിച്ച തെളിവുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തുടക്കം മുതൽ തന്നെ നവീന്റേത് ഒരു ആത്മഹത്യയല്ല, അതൊരു ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന് പറയുന്നയാളാണ് റിട്ടയർഡ് SP ജോ ജോസഫ്. അദ്ദേഹത്തിന്റെ വാദങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പിന്നീട് ഇങ്ങോട്ട് പുറത്തു വന്നത്. അത്രയും ഇപ്പോഴിതാ നവീൻ ബാബുവിന്റേത് കൊലപാതകം തന്നെയെന്ന് അടിവരയിട്ടുറപ്പിക്കുകയാണ് SP ജോ ജോസഫ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പല മർഡർ അല്ലെങ്കിൽ സൂയിസൈഡ് കാണുമ്പം ചില കാര്യങ്ങൾ പൊരുത്തപ്പെടുന്നില്ല. വസ്തുതകൾ വെച്ച് ഫാക്റ്റ് വെച്ചും പൊരുത്തപ്പെടുന്നില്ല, അതിനകത്ത് ശാസ്ത്രീയമായ ഫൈൻഡിങ്സ് വെച്ചും പൊരുത്തപ്പെടുന്നില്ല. ഇപ്പം ഇതിനകത്ത് ഈ നവീൻ ബാബുവിൻ്റെ സ്വഭാവം നമ്മൾ പല ആൾക്കാരും ഇൻ്റർവ്യൂന്നൊക്കെ നമ്മൾ കണ്ടു. അയാൾ വളരെ ഓണസ്റ്റാണ്. പിന്നെ അയാൾ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു മാറ്റർ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇയാൾ ഈ റാങ്കിൽ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലുള്ള സിറ്റുവേഷൻ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതെ, എപ്പോഴും ആരോപണങ്ങൾ കേൾക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ. അങ്ങനെ കേട്ടു വന്ന ഒരാൾ അത് സെൻഡ് ഓഫ് സമയത്ത് ഇവർ മോശപ്പെടുത്തി സംസാരിച്ചു. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് പറയുന്നു, അവരും പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, അത് വിശ്വസിക്കാത്ത കാരണം അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള അതിനുശേഷം അദ്ദേഹം പുള്ളിയുടെ ക്വാർട്ടേഴ്സിൽ പോയി. അന്നേരം ആത്മഹത്യ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു, ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെയല്ല, നമുക്കൊരു ഷോക്ക് ഉണ്ടായി ഉടനെ അങ്ങ് പോയി ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് റിക്കവർ ചെയ്യുക, അത് അങ്ങനെ ഒന്നും ഇല്ല. അദ്ദേഹം 12:30 1 മണിക്ക് എങ്ങാണ്ട് സെൻഡ് ഓഫ് കഴിഞ്ഞപ്പോൾ എങ്ങനെയായാലും ഒരു 3-4 മണിക്കൂർ ക്വാർട്ടേഴ്സിലുണ്ട് അതിനുള്ള. അപ്പോൾ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്യുന്നില്ല. ചിലർ ആത്മഹത്യ വന്നു കഴിഞ്ഞാൽ ഓട്ടിപ്പോയി അങ്ങ് ചെയ്തു കളയും. ആ ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിൽക്കത്തില്ല, പിന്നെ ഒന്നും പരിസരം എല്ലാം മറന്ന് ഓടിപ്പോയി അങ്ങ് ആത്മഹത്യ. നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു അങ്ങനെ. അപ്പോൾ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്വഭാവം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എന്ത് കാര്യത്തിനും ഇത്രയും നാളും ലാപ്ടോപ്പ് 24 മണിക്കൂറും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആളാണ്. മൊബൈൽ വരും, വൈഫും കുട്ടികളും അത് പറയുന്നുണ്ട്. വീട്ടിൽ വന്നാലും രാത്രി മുഴുവൻ ഇത് നോക്കി അപ്പോൾ തന്നെ റിപ്ലൈ ചെയ്യും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ അങ്ങനെ ഒരാൾ ഒരു സൂയിസൈഡ് നോട്ട് എഴുതിയിട്ടില്ല. രണ്ടാമത് ആ ട്രെയിനിൽ കയറുന്നത് അതിന് ശേഷം രാത്രി വരെ 8:50 ട്രെയിനെ കയറിയെന്ന് പറഞ്ഞ് വിളിച്ചു, അല്ലെങ്കിൽ ഭാര്യ വിശ്വസിക്കുക, അന്നേരം ആത്മഹത്യ ചെയ്തിട്ടില്ല. അപ്പോൾ ടൈം അങ്ങ് പോവുകയാണ്, അതിൽ നിന്ന് മാറും. ചില പ്രത്യേക നിമിഷത്തിൽ നമുക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നും, അതൊരു ചിലപ്പം പെട്ടെന്ന് അതങ്ങ് മാറും സിറ്റുവേഷൻ. അപ്പോൾ ഇവർ വൈഫും അത് തന്നെയല്ല, അങ്ങേര് മരിക്കാൻ പോകുന്ന ആൾ വൈഫിനെയും ആ കൊച്ചുങ്ങളെയും പെൺകുട്ടികളെയും അത്ര സ്നേഹിക്കുന്ന ആൾ തീർച്ചയായിട്ടും വെളുപ്പിനെ വന്ന് ഇയാൾ ആത്മഹത്യ ചെയ്യുകയാണ്, വെളുപ്പിനെ അവിടെ വന്ന് അതുങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തിരിക്കാനും പറയത്തില്ല. അത് ലോജിക്കായിട്ട് ശരിയാകുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ കുഴപ്പമാണ്. രണ്ടാമത് ഇതിൻ്റെ സീക്വൻസ് ഓരോ നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന ആൾ വഴിക്ക് ഇറങ്ങി, അയാൾ വഴിക്ക് ഇറങ്ങിയെന്ന് ഡ്രൈവർ പറഞ്ഞു, പിന്നെ അജ്ഞാതമാണ്. പിന്നെ ഇയാൾ വെളുപ്പിനെ 4:30 5:30 ആത്മഹത്യ ചെയ്തെന്നുള്ള കഥയാണ് വരുന്നത്. ആരാണ് ആ ഡ്രൈവർ അവിടെ വന്നപ്പം അയാൾക്ക് കയറാൻ ഭയമെന്ന്, എന്തിനാണ് അയാൾ ഭയക്കുന്നത്? അയാൾ ജീവിച്ചിരിക്കുമല്ലേ. അപ്പം വാതിൽ തുറന്നു കിടക്കുന്നു. അയാൾ അപ്പുറത്തുള്ള രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചു. ഇവർക്ക് 2 പേർക്കും കയറാൻ ഭയം. അതുകൊണ്ട് എന്ത് ചെയ്ത് ഗൺമാനെ വിളിച്ചു. ആ കളക്ടറെ ഗൺമാന് വരാം, പോലീസുകാരനെ. അവർ 3 പേരും ഒന്നിച്ചാൽ കയറി. എന്തിനാണ് ഭയപ്പെടുന്നത്? അപ്പോൾ അവരെന്തോ ആൻറ്റിസിപ്പേറ്റ് ചെയ്തു. അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്തെന്നല്ല, അവരെന്തോ കണ്ടിരിക്കുന്നു, എന്തോ അറിഞ്ഞെന്നാണ്. ആൻറ്റിസിപ്പേറ്റ് ചെയ്തതല്ല, അറിഞ്ഞിരിക്കുന്നു. അതല്ലേ പറയണം. അത് ഇതുവരെ വന്നിട്ടില്ല. ഇയാളെ വീഴ്ത്താനായിട്ട് അവർ ശ്രമിച്ചത്, ഇയാൾ കൈക്കൂലി വാങ്ങിച്ചു 1,00,000 രൂപ, 98,500 രൂപ. അതിനകത്ത് പലരും, നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തോ, ഇപ്പം 1,00,000 രൂപ വാങ്ങിച്ചാൽ 1,500 അവന്മാരും മാറ്റും. അതാണ് 98,500. എൻ്റെ ഒരു കണക്ക് അങ്ങനെയാണ്. 1,500 രൂപ വരാനെന്നൊക്കെ പറഞ്ഞാൽ വെച്ച് മാറ്റി 98,500 കിട്ടുള്ളൂ ലോണാണെങ്കിൽ. ഇത് അയാൾ പ്രശാന്ത് പറഞ്ഞു ലോൺ എടുത്തെന്ന്. അയാൾ അത് പോട്ടെ. പ്രശാന്ത് ഇയാളെ ഒരു കൈക്കൂലി കേസിനകത്ത് കുരുക്കാനുള്ള ശ്രമത്തിന് ഒരു പരാതി എഴുതി AKG സെൻറ്ററിൽ കൊടുത്ത് അവിടുന്ന് ഒരു ഒപ്പിട്ട്, ഇയാളുടെ കള്ള ഒപ്പിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തെന്നാണ് കഥ വരുന്നത്. അത് ഈ മരണത്തിന് ശേഷം 2 ദിവസം കഴിഞ്ഞാണ് വരവച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കഥ വരുന്നുണ്ട്.
അവിടുത്തെ ഒരു വിജിലൻസ് CI ഇയാളെ പ്രശാന്തിനെ വിളിച്ച് അന്വേഷിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി അവിടെ 2 ദിവസം കഴിഞ്ഞ് കിട്ടി, ഇയാൾ എങ്ങനെ അന്വേഷിച്ചു? അതാണ് അത് കള്ളത്തരമാണ്. പൊരുത്തപ്പെടുന്നില്ല, ഇതൊന്നും പൊരുത്തപ്പെടുന്നില്ല. അത് വിജിലൻസ് CI എന്ന് പറയുന്ന ആൾ അവിടെ CPM അവിടുത്തെ ചില നേതാക്കന്മാർ പോസ്റ്റ് വെച്ചിരിക്കുന്നതാണ്. അയാളെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റി. അപ്പോൾ അത് പൊരുത്തപ്പെടുന്നില്ല. അപ്പോൾ എനിക്കൊരു സംശയം, ഞാനിതുവരെ പറഞ്ഞില്ല. ആ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയ സമയത്ത് അവിടെ ഇറങ്ങിയത് വിജിലൻസുകാർ വിളിച്ചോ, ഇയാളെ ചോദ്യം ചെയ്തോ, അതിന് ശേഷം വന്ന് ആത്മഹത്യ ചെയ്തോ, അങ്ങനെ ആയിക്കോളാം. അതിന് പ്രോബിലിറ്റി കൂടുതലത്. അല്ലാതെ ഈ ഒരു പ്രസംഗിച്ച സമയത്ത് മോശമായിട്ട് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യത്തില്ല. പിന്നെ പോലീസ് ഇതുവരെ പറയാത്തൊരു കാര്യമുണ്ട്. ആ വാതിൽ ചവിട്ടി തുറന്നിട്ടിരിക്കുകയായിരുന്നു. ആര്? വാതിൽ ഫോഴ്സ് ഉപയോഗിച്ച് അത് തുറന്നത് പൂട്ടി. നമ്മളൊരു ക്വാർട്ടേഴ്സ് വിട്ട്, സർക്കാർ ക്വാർട്ടേഴ്സ് വിടുമ്പോൾ താക്കോല് നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഏൽപ്പിച്ചിട്ടാണ്. ഇയാൾ ബാഗ് കൊടുത്തു, ഇനി അങ്ങോട്ട് വരുന്നില്ല. 2 താക്കോല് എന്നൊക്കെ പറഞ്ഞ് ഒരെണ്ണം ഇയാളെ കയ്യിലുണ്ടെന്ന്, അതൊക്കെ ചുമ്മാ കള്ളക്കഥകളാണ്. 2 താക്കോല് ഏൽപ്പിക്കും നമ്മൾ ഇനി വരുന്നില്ലല്ലോ, നമ്മൾ പുതിയ സ്ഥലത്തോട്ട് പോവില്ലേ. പിന്നെ എങ്ങനെ ഇയാൾക്ക് താക്കോല് കിട്ടി വീട് തുറക്കാനാണെങ്കിൽ? പക്ഷേ വീട് ഇവരൊന്ന് നോക്കിയപ്പം ആ വാതിൽ ചവിട്ടി പൊളിച്ചിരിക്കുക. അത് സംശയമാണ്. അതെ, ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ചവിട്ടി പൊളിച്ച് കയറേണ്ട കാരണം ആവശ്യമൊന്നുമില്ല. അതൊന്നും പൊരുത്തപ്പെടുന്നില്ല. അത് പോലീസ് എത്ര വിശദീകരിച്ചാലും നമുക്ക് അത് പൊരുത്തപ്പെടുന്നില്ല. പിന്നെ ഒരു കാര്യം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ അത് വെളിയിലായി. ഒരു പോസ്റ്റ്മോർട്ടത്തിൽ ഒരു 100 കണക്കിന് ആത്മഹത്യ ചെയ്യാൻ കണ്ടിട്ടുണ്ട്. ഡീക്കേ ചെയ്തിട്ട് അങ്ങനെ കണ്ടു. ഒത്തിരി ഇത്രയും വർഷത്തിനിടയ്ക്ക് അത്രയും കണ്ടിട്ടുണ്ട് സർവീസ് ഇരിക്കും. എവിടെയെങ്കിലും അജ്ഞാത മൃതമുണ്ടോ? ഞാൻ SP അവിടെ പോകും. MP ബാലകൃഷ്ണൻ്റെ ഗുരു ഞങ്ങൾ പോയി മൈസൂർ പോയിട്ടുണ്ട്, കർണാടക പോയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ അൺഐഡൻറ്റിഫൈഡ് ഡെഡ് ബോഡി ഞങ്ങൾ പോകും. ഇവിടുന്ന് അവിടെ പോയി നോക്കും ആരാണ്, ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് പോരും. ഇവിടെ പലരും കിട്ടാനുണ്ടല്ലോ നമുക്ക്. അങ്ങനെ പോകുന്നത് അക്കാഡമിക് ഇൻട്രസ്റ്റ് ആണത്. അതിപ്പോൾ ഉള്ളവന്മാരും പോകില്ല. നമ്മൾ വ്യത്യാസം. അപ്പോൾ ഇവിടെ അയാളെ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് ആത്മഹത്യയാണെങ്കിൽ സലൈവ ഇതിലൂടെ ഒഴുകും. ഇത് ആത്മഹത്യ സലൈവ ഇല്ല, ഇതിന് സലൈവയില്ല. എല്ലാ കേസിലും അങ്ങനെ വരാറുണ്ട്. ആത്മഹത്യയാണെങ്കിൽ 99% ഉണ്ട് സലൈവ വരും. കെട്ട് കഴുത്തിൻ്റെ ഇടതുവശത്താണെങ്കിൽ വലതുവശത്തൂടെ ഒഴുകുള്ളൂ. ഓക്കെ, അത് നേരെ ട്രിപ്പ് ചെയ്ത് ഡ്രസ്സിൽ വീഴും. അപ്പോൾ അത് ഒരു ഇൻഡിക്കേഷനാണ്. ഇയാളുടെ ഡ്രസ്സിലും വീണിട്ടില്ല, ഒഴുകിയിട്ടില്ല. ഒന്ന്. അടുത്തത്, ഇയാൾ സെമൻ പോവും. പ്രഷർ നമ്മളിവിടെ ചെയ്യുമ്പോൾ അല്ല, ആണുങ്ങൾക്ക് സെമൻ പോവും, എജക്റ്റ് ചെയ്യും. പോയിട്ടില്ല. ഇനി അത് 2 കാര്യങ്ങൾ പ്ലസ് പോയിന്റ് വരണ്ട സൂയിസൈഡ് ആണെങ്കിൽ. ചിലർക്ക് ചിലപ്പം സെമൻ വരാതിരിക്കാം, എങ്കിലും സെമൻ സാധാരണ കാണും. മലം പോവും, അതില്ല. അന്നേരം അവർ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞിരിക്കുന്ന വയറ്റിലൊന്നും ഇല്ലായിരുന്നെന്ന്. പട്ടിന് അത് നല്ല ഡിഫൻസ് ആണെന്നാണ് ഞാൻ പറയുന്നത്. മലം പോയിട്ടില്ല. പിന്നെ ഈ പ്രഷർ കഴുത്തിൽ കയറുകൊണ്ടുണ്ടായ തൂങ്ങിച്ചാവുകയോ കയറിട്ട് പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെവിക്കകത്തും മൂക്കിനകത്തും ത്രോട്ടിലും അവിടെയുള്ള വെയിൻസ് പൊട്ടി ബ്ലഡ് വരും. അവിടെ കാണും. അതില്ല. അപ്പോൾ എന്നെപ്പോലെ ഒരാൾക്ക് അത് വിശ്വസിക്കാൻ മേല, അതൊരു സൂയിസൈഡാണ്. ഇപ്പം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അത് ഞാൻ കണ്ടില്ല. അയാളുടെ ഏനൽ ഏരിയയിൽ ബ്ലഡ് ഉണ്ട്. അടിവസ്ത്രത്തിൽ രക്തക്കറയുന്നത് അത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലായിരുന്നു. അത് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നു. ഇത് പൊരുത്തപ്പെടുന്നില്ല. പിന്നെ ഈ ഡോക്ടറെ പറ്റി കഴിഞ്ഞ ദിവസം ഇയാൾ ഹോമിയോപ്പതിയോ എങ്ങാണ്ട് പഠിച്ച് 3 വർഷം കഴിഞ്ഞ്, അങ്ങനെയുള്ളവർക്ക് 2 വർഷം കൂടെ വേണമെങ്കിൽ MBBS കിട്ടും. അങ്ങനെ പോയ ആളാണ്. അതിനുശേഷം അയാൾ വേറെ ഏതോ സ്റ്റേറ്റിൽ പോയി ഒരു ഫോറൻസിക് പഠിച്ച്, പിന്നെ എളുപ്പമാണല്ലോ ഫോറൻസിക് ഡോക്ടർ ആരും ശ്രദ്ധിക്കില്ല, കീറി മുറിച്ച് പോയിക്കൊണ്ടിരുന്നാൽ മതി. അയാളുടെ ഹിസ്റ്ററി അതാണ്. അയാൾ SFI ആയിട്ട് വന്നു, DYFI പാർട്ടിക്കാരനാണ്. അത് തീർച്ചയായിട്ടും പാർട്ടി ഘടകങ്ങൾ പറയുന്ന കേൾക്കാതിരിക്കാൻ നോക്കില്ല. പക്ഷെ അയാൾ കുഴപ്പത്തിൽ ചാടും. കാരണം അയാളുടെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിനകത്ത് ഈ വിവരങ്ങളില്ലെങ്കിൽ CBI വരുന്നെങ്കിൽ അയാൾ കുഴപ്പത്തിൽ ചാടും. അപ്പോൾ ചില കാര്യങ്ങൾ പൊരുത്തപ്പെടുന്നില്ല പോസ്റ്റ്മോർട്ടത്തിൽ. അത് അങ്ങനെ നിൽക്കും. കാരണം ഇന്ന് വരെ പോലീസ് പറയുന്നില്ല ആരാണ് വാതിൽ തുറന്ന് ആദ്യം ഇത് കണ്ടതെന്ന്. ഇവർ വരുമ്പോൾ വാതിൽ തുറന്ന് കിടക്കുകയാണല്ലോ.
അത് ആ താക്കോൽ ഇവിടെ നിന്ന് കിട്ടി, ആര് കൊടുത്തു? ഒത്തിരി കഥകൾ ഇപ്പം വരുന്നുണ്ട്. നമ്മൾ ഇങ്ങേരെ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് ഇറങ്ങിയ സമയത്ത് റെയിൽവേ സ്റ്റേഷനകത്തൂടെയൊക്കെ നടന്ന് റെയിൽവേ ട്രാക്കിനൊക്കെ പോയി നിൽക്കുന്ന CCTV ദൃശ്യം ഉണ്ടെന്നൊക്കെ കഥകൾ വരുന്നുണ്ട്. ഇത് ഏത് CCTV ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊക്കെ ഡിഫെൻസീവായിട്ടുള്ള ഒരു സാധനങ്ങളാണ് ഇറക്കി വിടുന്നത്. പല കേസിനും അങ്ങനെ വരും. അതൊന്നും ഏതായാലും ഇനി ഒരു പോസ്റ്റ്മോർട്ടം നടക്കത്തില്ല. അതെ, ബോഡിയില്ല. അതൊരു പ്രശ്നമാണ്. അവിടെ ഒരു സ്ത്രീ വന്നിരുന്ന് കണ്ണൂരിൽ നിന്ന് വന്നെന്ന് പറയുന്നുണ്ട്. ആ വീടിനോട് വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവരെ അവിടെ നിന്ന് ഓടിച്ച് ഇറക്കി വിട്ടു. അതിൻ്റെ ഒരു CCTV ഞാൻ ഇതിനകത്ത് കണ്ടു. അത് യൂട്യൂബിനകത്ത് ആ സ്ത്രീയുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അന്ന് ഡെഡ് ബോഡിയുടെ ഒപ്പം അവിടെ വന്നിരുന്നൊരു സ്ത്രീ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യണോ പറഞ്ഞിട്ട് ഇവരെ ഓടിച്ചു വിട്ടെന്നാണ്. ആ സ്ത്രീയുടെ പടം ഞാൻ കണ്ടു. ഞാൻ യൂട്യൂബിനകത്ത് നോക്കിയാൽ കാണാം. അപ്പോൾ ചില വസ്തുതകൾ അവിടെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ പറഞ്ഞു കേട്ടത് ശ്രീ നവീൻ ബാബുവിൻ്റെ കുടുംബം ജില്ലാ കളക്ടറെ വിളിച്ച് ആവശ്യപ്പെടുന്നുണ്ട്, തങ്ങൾ അവിടെ എത്തിയതിനു ശേഷം മാത്രമേ ഇൻവെസ്റ്റ് നടപടികൾ തുടങ്ങാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ അതിനുശേഷം പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തരുതെന്നും പറഞ്ഞിരുന്നു. ഈ രണ്ട് കാര്യത്തിലും അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ല. അപ്പോൾ ഇവർക്ക് ഈ ബോഡി വേഗത്തിൽ ദഹിപ്പിക്കുന്നത് തടയാമായിരുന്നില്ലേ കുടുംബത്തിന്? പാർട്ടിക്കാരല്ലേ, അതുകൊണ്ട് അവർ വിശ്വസിച്ചു പാർട്ടി വെച്ചൊരു പാർട്ടിക്കാരനാണെങ്കിൽ വേറെ നമുക്ക് വോയിസ് ഇല്ല. പാർട്ടി പറയുന്ന ആൾക്കേ വോയിസ് ഉള്ളൂ. അത് ശരി. അത് അവർ ഈ നവീൻമാൻ്റെ അമ്മ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അപ്പോൾ ട്രഡീഷണലായിട്ട് അവർ 2 തലമുറയായിട്ട് പാർട്ടിക്കാരാണ്. പാർട്ടി പറയുന്ന അന്ധമായിട്ട് വിശ്വസിക്കും. അപ്പോൾ പാർട്ടി അവരെ വഞ്ചിച്ചതായിരിക്കും ഈ ഒരു കേസ്. ഞാൻ പറയുന്നില്ല. പാർട്ടി അന്ധമായിട്ട് പാർട്ടി ഈ വിശ്വാസമുള്ളവരാണ്. അപ്പോൾ പാർട്ടി പറയുന്നതെല്ലാം ഇവർക്ക് ഫേവറബിളായിട്ട് കിട്ടും എന്ന വിശേഷം അങ്ങനെയല്ല ഉണ്ടായത്. അതെ, കാരണം ഈ പോലീസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണം അതുതന്നെയാണ്. ബോധപൂർവം, കാരണം ഒരു സാമാന്യ ബുദ്ധിയുള്ള സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുണ്ടെങ്കിൽ ഒട്ടേറെ കാര്യങ്ങൾ ലിങ്ക് ചെയ്തായിരിക്കും പോവുക. പക്ഷേ ഇത് ലിങ്ക് ചെയ്യപ്പെടാത്ത ഒട്ടേറെ പോയിന്റ്സ് ഉണ്ട് അങ്ങ് പറഞ്ഞതുപോലെ. ഇനിയിപ്പോൾ CBI വന്നു കഴിഞ്ഞാൽ സത്യം അല്ലെങ്കിൽ നേര് വരില്ല. CBI വന്നാലും വരില്ല. കാരണം കേരള പോലീസിൻ്റെ ഒരു വെറ്ററൻ ഇൻവെസ്റ്റിഗേറ്റർ ആ എക്സ്പീരിയൻസ് ഒന്നും CBIക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. CBI ഒന്നുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. ഞാനിപ്പം തിരിഞ്ഞു പറയാൻ തുടങ്ങി. ലോക്കൽ പോലീസ് അല്ല, അത് മാറ്റി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന മതി. ക്രൈംബ്രാഞ്ചിൽ നല്ല വെറ്ററന്മാർ DYSമാരുണ്ട്. അവിടെ നമുക്ക് പോയി ബന്ധപ്പെടാം, അവരുടെ പുറകെ നിൽക്കാം. അപ്പോൾ അവർ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ പറയുന്നത്. CBI വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ നേരത്തെ പോലീസ് ഇത്തരത്തിൽ വീഴ്ച വരുത്തിയെങ്കിൽ വീണ്ടും മറ്റൊരു ഉദ്യോഗസ്ഥനെ കൊണ്ട് വരുമ്പോൾ ഈ പ്രഷർ അതിജീവിക്കാൻ സാധിക്കുമോ? ഇനിയിപ്പോൾ പാർട്ടിക്കോ ഗവൺമെൻറ്റിനോ വേറെ മോട്ടീവ് ഒന്നും ഇല്ലെങ്കിൽ ആ പ്രഷർ അതിജീവിക്കും. നമ്മളൊക്കെ അതിജീവിച്ച് വന്നവരല്ലേ. ഒന്നെങ്കിൽ ആ വരുന്ന ആൾക്ക് ഒരു IPS വേണ്ടാന്ന് തീരുമാനിക്കണം. അപ്പോൾ ഒരു പ്രശ്നമില്ല. പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഇവരിൽ നിന്ന് ആരുടെ സഹായവും വേണ്ട, ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കാം. ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാൾക്കാണ് ഒരു കുഴപ്പമില്ല. കിമ്പളം വാങ്ങിക്കണമെന്ന് തോന്നിയാൽ, പ്രൊമോഷനൊക്കെ സമയത്ത് വേണമെന്ന് തോന്നിയാൽ നടക്കില്ല. പക്ഷേ ഇത്രയും പ്രമാദമായൊരു കേസ്, പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർ സംശയത്തിൻ്റെ മുൾമുളയിൽ നിൽക്കുന്നു. അവരേതെങ്കിലും കാരണവശാൽ ഇതിലേക്ക് കൂടുതൽ സംശയത്തിൻ്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നേരെ ചൊവ്വേ ജീവിക്കാൻ പറ്റുമോ? ഈ ഇതുവരെയുള്ള ചരിത്രവും ഇതുവരെയുള്ള പറഞ്ഞു കേൾക്കും ഒക്കെ തന്നെ നോക്കുമ്പോൾ ചില ഉദ്യോഗസ്ഥർക്കൊക്കെ ജീവിതം പിന്നീട് നരകതുല്യമായിട്ടുണ്ട്. ഉറപ്പുണ്ട്. അതുകൊണ്ട് ആരും ധൈര്യപ്പെടില്ല. അതുകൊണ്ട് സത്യം ജയിക്കില്ല. എനിക്കെതിരായിട്ട് 1-2 കേസും ഇപ്പോഴും ഉണ്ട്. എത്ര വർഷമായി റിട്ടയർ ആയിട്ട്? എത്ര വർഷമായി അത് ഞാൻ പറയത്തില്ല. ഞാനിപ്പോൾ എല്ലാവരും ചോദിച്ചു സാറിന് വയസ്സ് 42 വയസ്സ്. കാരണം ഞാൻ ഇവിടെ ചിരി ക്ലബ് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 10-13 വർഷമായി. തമാശയാണ് പറയുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ഇൻ്റലക്ച്വൽ ജോക്സ് പറയുന്ന ഒരെണ്ണം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ ഒന്ന് പറയാം, റെക്കോർഡ് ചെയ്യാം, ഷൂട്ട് ചെയ്യാം. നല്ല സൂപ്പർ ജോക്സുകൾ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവിടെയൊക്കെ പോകുമ്പം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്, 42 വയസ്സേ ഉള്ളൂ. ഓക്കെ. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് അത് നമ്മളെ വിക്ടിമൈസ് ചെയ്യും. പക്ഷെ അത് സർവൈവ് ചെയ്യാമെന്നുള്ള, ഇപ്പം അങ്ങനെ പാർട്ടി ഒരു കള്ളു കുടിച്ച് നടക്കുന്ന ഒരു പോലീസ് ഓഫീസറാണെങ്കിൽ പ്രശ്നമാണ്. പിന്നെ കമ്പനി കൂടിയ ഹോട്ടലിൽ അവിടെ ഇവിടെയൊക്കെ പോകുന്ന പോലീസ് ഓഫീസർക്കും പ്രശ്നമാണ്. കാണുന്നിടത്തെല്ലാം കയറി ഇറങ്ങി നടക്കുന്ന പോലീസ് ഓഫീസർക്ക് പ്രശ്നമാണ്.
ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കുക, അന്വേഷണം കൃത്യമായിട്ട് നടത്തുക, സത്യവും നീതിക്ക് വേണ്ടി നിൽക്കുക, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ. ഈ അന്വേഷണം നടത്തി കൊടുക്കുന്ന റിപ്പോർട്ടുകൾ അതേപടി മേലുദ്യോഗസ്ഥർ അംഗീകരിച്ച് വേണമെന്നില്ലല്ലോ. എന്തിനാ? എനിക്കത് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആൾ മേലുദ്യോഗസ്ഥനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അയക്ക് നേരിട്ട് കോടതി കൊടുത്താൽ പോരെ. ഇവനെന്തിനാ അവനെ സൂപ്പിക്കാൻ നടക്കണം? അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇന്ന് വരെ ഒറ്റ ആൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ല, കേൾക്കത്തില്ല. സാറ് വേറെ ആളെ വെച്ചോ, അല്ലേ ഞങ്ങൾ മാറ്റിക്കോ, അത്രയല്ലേ ഉള്ളൂ. ഇന്ന് വരെ ഒരു ഉദ്യോഗസ്ഥനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. കാരണം ഞാനും കോടതിയായിട്ടുള്ളൂ. ഞാനൊരു കേസ് അന്വേഷിക്കുക, ഒരു മർഡർ കേസ് അന്വേഷിക്കുകയാണ്. ഞാൻ അതിൻ്റെ വിവരങ്ങൾ കോടതിയിലല്ലേ കൊടുക്കുന്നത്. മേലുദ്യോഗസ്ഥന് കോപ്പി പോകുന്നുള്ളൂ. ഞാൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് റിമാർക്ക് സ്വയം തിരിച്ചയക്കാം, അതേ ഉള്ളൂ. അല്ലാതെ ജോർജ് ജോസഫ് ഇങ്ങനെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, സൗകര്യമില്ല. അതിന് ഉത്തരം സൗകര്യമില്ല എന്നുള്ളതാണ്. നമ്മളെ സർക്കാരോ പൊതുജനങ്ങളോ കോടതിയോ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വതന്ത്രമായ ഇൻവെസ്റ്റിഗേഷനാണ്. അതിനകത്ത് എനിക്ക് ചിലപ്പം ചില ആൾക്കാരൊക്കെ സഹായിക്കാനുണ്ടാവും. അവർ പറയുന്നൊന്നും ഞാൻ കേൾക്കില്ല, ആവശ്യമില്ല. ഒരു കേസ് ഒറ്റയാൾക്ക് മാത്രമേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അത് ഇന്ത്യൻ നിയമം അങ്ങനെയാണ്. പല കൂടിയ പാമ്പ് ചാവൂല. ഒരാൾ ഒരു കേസ് അന്വേഷിക്കണം, മറ്റവർക്കും ഒരു കാര്യമില്ല. പത്രക്കാരൊക്കെ നിങ്ങളിങ്ങനെ എഴുതുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഒരു കേസ് അന്വേഷിക്കുന്ന ഒരു ഒറ്റ ഉദ്യോഗസ്ഥനാണ്. ഓക്കെ. അയാൾ വേറെ ആരോടും കടപ്പാടില്ല. അത് ഇന്ത്യൻ ഭരണഘടനയോടും ഇന്ത്യൻ നിയമങ്ങളോടും മാത്രമേ കടപ്പാടുള്ളൂ. എനിക്ക് ഇതുവരെ മറ്റേ തങ്കപ്പനെ അവിടെ പ്രതിയാക്കുമെന്ന് പറഞ്ഞ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. സൗകര്യപ്പെടില്ല സാറേ, സാറാക്കിക്കോ, ഈ കേസ് അങ്ങെടുത്ത് സാറിനാക്കാൻ അധികാരം ഉണ്ടല്ലോ. എനിക്കില്ല, ജോർജ് ജോസഫിനില്ല. അവസാനത്തെ ഒരു ചോദ്യം കൂടി. അതായത് നമ്മൾ ഈ നവീൻ ബാബു കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രശാന്തൻ ആ കേസുമായി ബന്ധപ്പെട്ട സംശയത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് അന്വേഷണം അങ്ങോട്ട് പോയില്ല. 2, കളക്ടറുടെ വിഷയത്തിൽ ആദ്യം അദ്ദേഹം നല്ല ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്നു, അതിനുശേഷം പറയുന്നു തൻ്റെ ചേംബറിൽ വന്ന് ഒരു തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നു. സംശയകരമായ രീതിയിൽ അദ്ദേഹം നിലപാട് മാറ്റുന്നു, അല്ലെങ്കിൽ മൊഴി മാറ്റുന്നു. ഈ 2 കണ്ണികളും എവിടെയൊക്കെയോ എന്തൊക്കെയോ സംശയം ഇല്ല തോന്നുന്നു. കാരണം ഇതിനകത്തിപ്പം ദിവ്യയെ 306 IPC പ്രകാരം ആത്മഹത്യ പ്രേരണ കുറ്റത്തിനാണ്. അതേ പ്രേരണ കുറ്റത്തിന് ബാധ്യസ്ഥനാണ് കളക്ടർ. അയാളെ പ്രതി ചേർക്കണം, പ്രശാന്തിനെ പ്രതി ചേർക്കണം. കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അവനാണ് ആരോപണം കൊണ്ടുവന്നത്. അപ്പോൾ അയാൾക്കെതിരായിട്ട് അതൊക്കെ ഇവരെ ആത്മഹത്യക്ക് കാരണമാണ്. അപ്പോൾ അവരെ രണ്ടുപേരും ഒഴിവാക്കിക്കൊണ്ടൊരു ചാർജ് ഷീറ്റ് കൊടുത്താൽ കേസ് നിൽക്കത്തില്ല. അവരെ രണ്ടുപേരും പ്രതിയാക്കണം. 306 ആക്കിക്കോ. മർഡർ 302 മർഡറൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. തൽക്കാലം ആ ദിവ്യയെ മാത്രം പോരാ, മറ്റു 2 പേരും. കാരണം ദിവ്യ ആരോപണം പറഞ്ഞപ്പോൾ ഇരുന്ന് ആസ്വദിച്ച് ചിരിക്കുന്ന ഞാൻ കണ്ടു അയാൾ കളക്ടർ. അത് തടയണമായിരുന്നല്ലോ. ഒരു കളക്ടർ അവിടെ നിന്ന് ചീഫ് സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രി ആയാലും നിയമവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞാൽ തടയാൻ കളക്ടർ ബാധ്യസ്ഥനാണ്.